കണ്ണീരിൻ്റെയും വിലാപത്തിൻ്റെയും ദുരിതക്കയങ്ങളിൽ അകപ്പെട്ട് ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന നിരാശ്രയരായ അനേകാത്മാക്കളുടെ മേൽ അനന്തമായ ദൈവിക കരുതലുണ്ട്. സഹനത്തിൻ്റെയും വേദനകളുടെയും നിമിഷങ്ങളിൽ ആശ്വാസത്തിൻ്റെ നനുത്ത സ്പർശവുമായി അവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന അനേകർ. അവർ ഇരുണ്ട ഈ ലോകത്തിലെ കരുണയുടെ മാലാഖമാരാണ്. സാന്ത്വനത്തിൻ്റെ കരങ്ങൾ അയൽക്കാർക്ക് നേരെ നീട്ടുന്ന നല്ല സമരിയക്കാരനാകുവാൻ അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രോഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും ആധിക്യത്തിൽ വലയുന്ന ആത്മാക്കളും അവർ ഉൾപ്പെടുന്ന കുടുംബങ്ങളും അനുഭവിക്കുന്ന തീരാവ്യഥയും വേദനകളുടെയും ദുരിതങ്ങളുടെയും ആഴവും തങ്ങളുടേതുകൂടിയാണ് എന്ന ബോധ്യം ആധുനിക സമൂഹത്തിന് നൽകിയത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളാണ്. സമീപകാലങ്ങളിലായി ഇത്തരം കൂട്ടായ്മകളിലെ അനേകരുടെ ഇടപെടലുകൾ മൂലം പറഞ്ഞറിയിക്കാനാവാത്ത സാന്ത്വനം അനുഭവിച്ച അനേകായിരങ്ങളുണ്ട്. 1960 ഡോക്ടർ സിസിലി സോണ്ടേഴ്സ് ആരംഭം കുറിച്ച ഈ സാന്ത്വന ചികിത്സ ഒരു വിപ്ലവമായി ലോകമെങ്ങും വ്യാപിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. ഭാരതത്തിൽ ഈ രംഗത്ത് മാതൃകാപരമായി മുന്നേറിയത് കേരള സമൂഹത്തിലെ അനേകം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളാണ്. 1993 മുതൽ കാൽ നൂറ്റാണ്ടിനടുത്ത കാലം നമുക്കിടയിൽ അനേകായിരം കുടുംബങ്ങളും ആത്മാക്കളും കരുണയുടെ സ്പർശം തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ ഈ ലോകത്തു നിന്നും യാത്രയാകുവാൻ ഇവർ വേദിയൊരുക്കുന്നു. എറണാകുളം നഗരപാർശ്വത്തിൽ അരൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ 8 വർഷത്തിലേറെയായി അനേകം കുടുംബങ്ങൾക്കും ആത്മാക്കൾക്കും സാന്ത്വനമായി തീർന്നിരിക്കുന്നു. ദൈവപിതാവിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ കരങ്ങളായി മാറി തികഞ്ഞ ക്രിസ്തീയ സ്നേഹം പങ്കുവയ്ക്കുന്ന ഈ സമൂഹം സാന്ത്വന ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ഏവർക്കും മാതൃകയാണ്. പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ആരംഭകനും പ്രസിഡന്റുമായ സേവ്യർ പോത്തമ്പള്ളിയുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച വേദനിക്കുന്നവരോടുള്ള അഗാധമായ അനുകമ്പയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുവാൻ കാരണമായത്. പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രൂപീകരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. 9ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമൂഹത്തിൽ നിർധനരായ കുറേയധികം മാറാരോഗികളുണ്ട്. അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പരിപാലന രൂപീകരിക്കുന്നത്. കുറേയധികം രോഗികൾ വീട്ടിൽ അവശത അനുഭവിക്കുന്നവരുണ്ട്. അവരെ ആരും അടുത്തറിയുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുന്നില്ല. കുറേയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് പരിപാലന പ്രവർത്തിക്കുന്നത്. കുറേയധികം മാറാരോഗികളെന്ന് പറയുമ്പോൾ തളർന്നു കിടക്കുന്നവർ, വീൽ ചെയറിലിരിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, സെറിബ്രൽ പാൾസി രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ മരുന്ന്, ഭക്ഷണം, വീൽ ചെയർ, വാട്ടർ ബെഡ് ഇതൊക്കെ സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഞങ്ങൾ കൊടുത്തു പോരുന്നത്. ഇന്ന് ഞങ്ങൾ 30ഓളം പേഷ്യൻസിന് ഹോം കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് മരുന്ന്, ഭക്ഷണം ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നു. 2 ഡോക്ടേഴ്സും നേഴ്സും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ സന്നദ്ധരായ വളരെയധികം നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന 30ഓളം വോളണ്ടിയേഴ്സ് പ്രവർത്തകർ ഞങ്ങളോടൊപ്പം പരിപാലനയോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് 15 പേര് പരിപാലനയോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. എക്കാലവും എല്ലാ സമൂഹത്തിലും തീരാ ദുഃഖത്തിലും വീണ്ടെടുപ്പില്ലാത്ത ആരോഗ്യ തകർച്ചയിലും കഴിയുന്ന അനേകർ ജീവിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ജീവിത തിരക്കുകൾക്കും ആധുനിക ലോകത്തിൻ്റെ അവസാനമില്ലാത്ത പരക്കം പാച്ചിലുകൾക്കും മറവിൽ തങ്ങളുടെ ഇല്ലായ്മകളെ കണ്ണീരിൽ ഒളിപ്പിച്ച് അവർ ജീവിക്കുന്നു. പലപ്പോഴും കുടുംബത്തിൻ്റെ നെടുംതൂണുകളായിരുന്നവരുടെ തന്നെ പതനം കടുത്ത ദാരിദ്ര്യത്തിൻ്റെ കയത്തിലാഴ്ത്തിയവർ നമുക്ക് ചുറ്റും ഏറെയുണ്ട്.
ഇത്തരം ചിലരെയെങ്കിലും കാണുവാൻ കഴിയുന്ന നല്ല മനസ്സുകളുടെ കാരുണ്യസ്പർശമാണ് അവരെ ജീവിതത്തിൽ കരം പിടിച്ചു നടത്തുന്നത്. 5ാമത്തെ നിലയിൽ നിന്ന് വീണ് 21 വർഷമായി കിടക്കണത്, എൻ്റെ മകൻ കിടക്കണത്. അങ്ങനെ ഓരോരുത്തരുടെ സഹായം കൊണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട്. പിന്നെ മേഴ്സി ഗവൺമെൻറ്റിലെ സിസ്റ്റർമാരും അവർ വരികയും പിടിക്കുകയും നോക്കുകയും പ്രഷർ നോക്കി എല്ലാം അവർ ചെയ്യണുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ സഹായത്താൽ ഞങ്ങളെല്ലാം കഴിഞ്ഞു പോകണം. അങ്ങനെ പിന്നെ ഒരു മകൻ എനിക്ക് സുഖമില്ലാതെ ഉണ്ട്. ഒരു മാനസിക പ്രയാസമായിട്ട് ഈ മകൻ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ട് അവൻ മാനസിക പ്രയാസമായിട്ട് മരുന്ന് കഴിക്കണേന്ന് അവന്. പിന്നെ വേറെ പണിക്ക് പോകാൻ ആരുമില്ല എനിക്ക്. പിന്നെ എല്ലാവരുടെയും സഹായത്താലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്തരത്തിൽ അനേകരോട് വറ്റാത്ത അനുകമ്പയുമായി തങ്ങൾക്കു ചുറ്റുമുള്ള സമൂഹത്തിലേക്കിറങ്ങുന്ന ഈ ചെറിയ സമൂഹം പരിമിതമായ കാലയളവിനുള്ളിൽ തന്നെ അനേകർക്ക് നേരെ തങ്ങളുടെ കരുണയുടെ കരങ്ങൾ നീട്ടിയിരിക്കുന്നു. ഭവനരഹിതരായ ചിലർക്ക് വീടുകളും കിടപ്പ് രോഗികളായ അനേകർക്ക് നിത്യപരിചരണവും കൂടാതെ ഏതാനും വർഷങ്ങളായി മുടങ്ങാതെ 30ഓളം കുടുംബങ്ങളിൽ മാസം തോറും പലവ്യഞ്ജന കിറ്റുകളും ഇവർ നൽകി വരുന്നു. 30ഓളം നിർധനരായ മാറാരോഗികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ഹോം കെയറിൻ്റെ ഭാഗമായിട്ട് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറും നേഴ്സുമാരടങ്ങുന്ന ടീം അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മരുന്ന് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകി പോരുകയും ചെയ്യുന്ന, വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറേയധികം പേഷ്യൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ കിടക്കുന്ന കുറേയധികം രോഗികൾ. അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലൊക്കെ ആവശ്യത്തിന് ഫണ്ടുകളുണ്ട്, അവർക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വീടുകളിൽ കിടക്കുന്നവരെ ആരും തിരിഞ്ഞു നോക്കാനായിട്ട് ഇന്ന് ആർക്കും സമയമില്ലാത്തൊരു അവസ്ഥയാണ്. അവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അറിയപ്പെടുന്നില്ല. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പരിപാലനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. സെക്രട്ടറി ജസ്റ്റഫ് ജെയിംസ് ഉൾപ്പെടെ 30ഓളം പ്രവർത്തകർ എന്നോടൊപ്പം നിന്ന് സഹകരിക്കുന്നുണ്ട്. അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞു. 7ാമത്തെ വർഷമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. അതായത് അപരൻ്റെ വേദന എൻ്റെ വേദനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ പല വീടുകളിലും പല വിധത്തിലുള്ള കിടപ്പ് രോഗികളെ പോയി സന്ദർശിക്കാറുണ്ട്. പിന്നെ പ്രൊവിഷൻ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഓരോ സന്ദർശനവും ഞങ്ങളുടെ രോഗികൾക്ക് ഒരു സാന്ത്വനം തന്നെയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് എന്തോ ഒരു പകുതി ജീവൻ കിട്ടുന്നത് പോലെയാണ് അവരുടെ രോഗികളുടെ പെരുമാറ്റം ഞങ്ങളോട്. ഞങ്ങൾക്കും അതുപോലെ തന്നെ അവരോടും. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ വളരെയധികം വേദന നിറഞ്ഞ രോഗികളെ കാണുകയും അവരോടൊത്ത് അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവരോടൊത്ത് അവർക്ക് സാന്ത്വന വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ പരിപാലനയ്ക്ക് 8 വർഷം കൊണ്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3 വീടുകൾ തന്നെ നിർമ്മിച്ച് നൽകി വളരെ അവശത അനുഭവിക്കുന്ന വീടില്ലാത്തവർക്ക് പബ്ലിക് സപ്പോർട്ടിലൂടെ 3 വീടുകൾ പൂർത്തീകരിച്ച് നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം 30ഓളം പേഷ്യൻസിൻ്റെ വീടുകളിൽ ഇന്ന് 8 വർഷമായിട്ട് പ്രൊവിഷൻ കിറ്റുകൾ എത്തിക്കുകയാണ്. അത് അരി, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, വെളിച്ചെണ്ണ, തേയില, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം അടങ്ങിയ 500 രൂപയുടെ കിറ്റുകൾ ഓരോ മാസം ഈ 30ഓളം പേഷ്യൻസിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവർ ഇത് കിട്ടാൻ അർഹതയുള്ള കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് ഈ പരിപാലനയ്ക്കുള്ളത്. പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന ഈ സാന്ത്വന സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു തലം അനേകരെ ഈ മഹത്തായ പ്രവർത്തന മേഖലയിലേക്ക് ആനയിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. തങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ സമൂഹത്തിന് എത്തിപ്പെടുവാൻ കഴിയുന്നതിനപ്പുറം വളരെ വലുതാണ് ഈ നാട്ടിൽ തീരാവേദനയിൽ കഴിയുന്നവരുടെ എണ്ണം എന്ന തിരിച്ചറിവിൽ ഇതിനകം അനേകരെ സാന്ത്വന പരിചരണം എന്ന വലിയ കർമ്മത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അക്വിനാസ് കോളേജിലെ 15 സ്റ്റുഡൻസും ഞങ്ങളോടൊപ്പം ഉണ്ട്. പുതിയ തലമുറ മറ്റുള്ളവരുടെ വേദനകളും നൊമ്പരങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് സ്റ്റുഡൻസിന് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ഞാൻ 1 മണിക്കൂർ ക്ലാസ് കൊടുക്കുകയും അതിനുശേഷം ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 3 വർഷം കഴിയുമ്പോൾ ഈ സ്റ്റുഡൻസിന് ഞങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു വിടുന്നതാണ്. പാലിയേറ്റീവ് കെയറിൻ്റെ സർട്ടിഫിക്കറ്റ്, പാലിയേറ്റീവ് കെയർ പ്രവർത്തിച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അവർ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ മറ്റുള്ള ഒരു സാമൂഹ്യ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനെക്കാട്ടിയും പ്രാധാന്യം ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അത് വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വേദന നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന ഈ രോഗികളോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കും.
അതിന് ഞാൻ യുവാക്കളായ എല്ലാ യുവതിയുവാക്കളെയും ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വരികയും ഈ വേദന നിറഞ്ഞ ഈ രോഗികളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുക വളരെ നല്ലത് തന്നെ. നമുക്ക് ഈ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ പല തടസ്സങ്ങളും നമ്മൾക്കുണ്ടാകാം. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് ഈ വേദനിക്കുന്ന രോഗികളുമായിട്ട് നമ്മളൊന്ന് സഹകരിച്ചാൽ അത് ഏറ്റവും വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ കുട്ടികൾ പാലിയേറ്റീവ് കെയർ ക്ലാസ്സുകൾ പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഞങ്ങൾ പാലിയേറ്റീവ് കെയർ ക്ലാസ്സുകൾ നടത്തുകയാണ്. അവിടെ ഞാൻ പോയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ പാലിയേറ്റീവ് കെയർ വളരെ ചുരുക്കമായിട്ട് കിട്ടുന്നുള്ളൂ. പാലിയേറ്റീവ് കെയർ സർവീസ് കിട്ടുന്ന ജനവിഭാഗങ്ങൾ കേരളത്തിൽ വെറും 20% ആകുമ്പോൾ ഇന്ത്യയിൽ മൊത്തം 2% പാലിയേറ്റീവ് കെയർ സർവീസ് കിട്ടുന്നുള്ളൂ. കേരളത്തിൽ തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് പാലിയേറ്റീവ് കെയർ സർവീസ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളം, തൃശ്ശൂർ കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വളരെ പരിമിതമായ പാലിയേറ്റീവ് കെയർ കിട്ടുന്നുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധ വഹിച്ചുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, പള്ളികൾ, അതുപോലെ തന്നെ പിന്നെ മറ്റ് വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കോളേജുകൾ, സ്കൂളുകൾ അവിടെ പാലിയേറ്റീവ് കെയർ ക്ലാസ്സുകൾ നടത്തി അവരെ കൂടി ഈ പാലിയേറ്റീവ് കെയർ സർവീസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിപ്പോരുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവരെയും മോചനമില്ലാത്ത രോഗക്കിടക്കയിൽ കഴിയുന്നവരെയും തങ്ങളുടെ പരിചരണവും സാന്നിധ്യവും കൊണ്ട് സാന്ത്വനപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷകൾക്കപ്പുറം പരിപാലന സമൂഹം മറ്റു ചില ദൗത്യങ്ങൾ കൂടി ഏറ്റെടുത്തിരിക്കുന്നു. ഉൾഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പാവപ്പെട്ടവരായ അനേകർക്ക് വേണ്ടി ഇവർ മൊബൈൽ ക്ലിനിക്കുകൾ ഒരുക്കുന്നു. അങ്ങനെ തുടങ്ങി തങ്ങൾക്ക് സഹായവുമായി ഓടിയെത്തുവാൻ കഴിയുന്ന ഏതു സമൂഹത്തിലും ആരോഗ്യരംഗത്ത് എന്ത് സഹായത്തിനും എത്തുവാൻ ഈ സമൂഹം സജ്ജമാണ്. പാലിയേറ്റീവ് കെയർ എന്നുള്ള പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനമാക്കി മെഡിക്കൽ ക്യാമ്പുകൾ, അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ഓണം, ക്രിസ്മസ് ആഘോഷിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഞങ്ങൾ മൊബൈൽ ക്ലിനിക്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വികസനം എത്താത്ത ഏരിയയിലേക്ക് കടന്നു ചെന്ന് ഞങ്ങളുടെ ഡോക്ടേഴ്സും ഞങ്ങളുടെ പാരാമെഡിക്കൽ സ്റ്റാഫും വികസനം എത്താത്ത ഏരിയയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ആ പ്രദേശത്തെ ആൾക്കാർക്ക് മരുന്നുകൾ നൽകി ഇപ്പോൾ കഴിഞ്ഞ 3 മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. വളരെ എന്താണ് പറയുന്നത്, ഒരു ഷുഗർ പോലും നോക്കാനായിട്ട് സാധ്യത ഇല്ലാത്ത പ്രദേശത്താണ് ഞങ്ങളുടെ പ്രവർത്തനം. ഈ മൊബൈൽ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം കാക്കത്തുരുത്തുന്ന ദ്വീപിൽ 45,000 രൂപയുടെ മരുന്നുകളാണ് ഞങ്ങൾ അവിടെ വിതരണം ചെയ്തത്. ഒരു ഷുഗർ നോക്കണമെങ്കിൽ കടന്ന് 150 രൂപ ചിലവാക്കിയാൽ മാത്രമേ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെയാണ് ഞങ്ങൾ ഒരു ഉപാധിയുമില്ലാതെ, ഒരു മാനദണ്ഡവും വെക്കാതെ, ഒരു ഉപാധിയില്ലാതെ, ഒരു രാഷ്ട്രീയം നോക്കാതെ, ഒരു ജാതി നോക്കാതെ, ഒരു മതം നോക്കാതെ ഞങ്ങൾ അവരുടെ ഇടയ്ക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഞങ്ങളവിടെ പ്രവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ വസ്ത്രങ്ങൾ, ഓരോ പേഷ്യൻസിനും വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, മരുന്നുകൾ ഇതെല്ലാം പബ്ലിക് സപ്പോർട്ടോട് ഞങ്ങൾ വിതരണം ചെയ്തു പോവുകയാണ്. 350ഓളം വീൽ ചെയർ തന്നെ 1 രൂപ പോലും വാങ്ങിക്കാതെ ഞങ്ങൾ നൽകിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചികിത്സാ സഹായങ്ങൾ, വളരെ നിർധന രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ ഓരോ വർഷവും ഞങ്ങൾ കൊടുക്കുകയാണ്. അത് പേപ്പറിൽ പരസ്യം ചെയ്ത് അവർക്ക് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് 1,00,000 രൂപയുടെയൊക്കെ ചികിത്സാ സഹായം ഞങ്ങൾ നൽകി പോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണം, ക്രിസ്മസ് ഒക്കെ ഏതൊക്കെ അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ഇത്രയും വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാൻ സാഹചര്യമില്ലാത്തവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷണം, അതോടൊപ്പം അവർ പുതിയ വസ്ത്രങ്ങൾ, അവർക്ക് ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾ നൽകി പോകുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോ വർഷത്തിലും നിർധനരായ പ്രായമായ വൃദ്ധജനങ്ങളെ അനാഥാലയങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ടൂർ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. 3-4 അനാഥാലയങ്ങളിലും അതല്ലെങ്കിൽ വൃദ്ധമന്ദിരത്തിൽ നിന്നും ഇവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ബസ്സിൽ വിവിധ സ്ഥലങ്ങൾ ഇവർക്ക് കാണിക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോരുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ചായ ഉൾപ്പെടെ ഞങ്ങൾ നൽകി പോകുന്നത്. അപ്പോൾ ഈ അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലെ 4 ചുമരുകൾക്കുള്ളിൽ അവർക്കവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ പ്രകൃതിയുടെ പച്ചപ്പ് ഒന്ന് കാണാനായിട്ട് അവസരമില്ലാതെ വിഷമിക്കുന്ന കുറേയധികം വൃദ്ധജനങ്ങളുണ്ട്. അവരെ ഞങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതല്ലെങ്കിൽ പ്രകൃതിയുടെ പച്ചപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. രോഗങ്ങളുടെയും വാർദ്ധക്യത്തിൻ്റെയും ജന്മനാലുള്ള വൈകല്യങ്ങളുടെയും പേരിൽ ഒറ്റപ്പെടുകയും
വേദനയിൽ തുടരുകയും ചെയ്യുന്നവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പലപ്പോഴും ശാരീരികം എന്നതിനേക്കാൾ മാനസികമാണ് എന്ന തിരിച്ചറിവ് സാന്ത്വന പരിചരണ രംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറെ നാളുകളായുള്ള ബലഹീനതകളാൽ വേണ്ടപ്പെട്ടവരിൽ നിന്നുപോലും ഒറ്റപ്പെടുമ്പോഴുള്ള മാനസിക തകർച്ചയെ സാമീപ്യം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും അതിജീവിക്കുവാൻ സഹായിക്കുക സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ദൗത്യങ്ങളിൽ പ്രധാനമാണ്. ഇപ്രകാരം കനിവിൻ്റെ മാലാഖമാരായി അനേകർക്കിടയിൽ പ്രവർത്തിക്കുന്നതിൽ പരിപാലന സമൂഹത്തിലെ ഓരോ അംഗങ്ങളും ഉത്സുകരാണ്. രോഗികളെയൊക്കെ ഞങ്ങൾ ചെന്ന് സന്ദർശിക്കാറുണ്ട്. എല്ലാ മാസങ്ങളിലും വിസിറ്റിംഗ് നടത്താറുണ്ട്. അതിനെല്ലാത്തിലും എനിക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരെയൊക്കെ ഇതിൽ നിന്ന് പ്രേരിപ്പിക്കും ഇതിലോട്ട് വരാനും പിടിക്കാനൊക്കെ. അപ്പോൾ അവർക്കും വലിയ താല്പര്യമൊക്കെയാണ്. ഇതിൽ വന്നോന്ന് പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയും ഞാൻ കൊണ്ടുപോകാൻ, ഞാൻ ഇതിനകത്ത് സംഘടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പലരും പല തെറ്റിദ്ധാരണകളൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വകവെക്കാതെ ഇതിൻ്റെ അകത്ത് ധൈര്യമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് നല്ല അനുഭവം, എനിക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു ഇതുമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സഹപ്രവർത്തകരുമാണെങ്കിൽ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാർ, എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ്. ആർക്കും ഒരു ഭിന്നതയൊന്നുമില്ല. എല്ലാവരും നല്ല യോജിപ്പോടുകൂടി പോകണേന് ഈ പാലിയേറ്റീവ് എന്നാണ് സംഘടന. അതുകൊണ്ട് സംഘടന നല്ലൊരു രീതിയിൽ തന്നെ ഇനിയും നടന്നു പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിന് എനിക്ക് പറ്റണത്തോളത്തോളം ഞാൻ പ്രയത്നിക്കും. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസറോ അല്ലെങ്കിൽ എയ്ഡ്സോ ഒന്നുമല്ല, എനിക്കാരുമില്ലെന്ന് ചിന്തിച്ച് ഇരിക്കുന്ന കുറേയധികം വൃദ്ധജനങ്ങളുണ്ട്. അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്ക് മരുന്ന് 10 മിനിറ്റ് നമ്മൾ അവരുടെ ഒപ്പം പോയി ചിലവഴിച്ച് അവർ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു റിലീഫാണ്. ഇന്ന് മറ്റുള്ളവർ പറയുന്ന ശ്രവിക്കാൻ ആർക്കും സമയമില്ല. വീട്ടിൽ പോലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കറിയാം. ഓരോ പേഷ്യൻ്റ് വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീടുകളിലേക്ക് വരുമ്പോൾ അവരുടെ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അവരനുഭവിക്കുന്ന വേദനകൾ, നൊമ്പരങ്ങൾ, അവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അവർ കേൾക്കേണ്ട പഴികൾ, ഇതെല്ലാം ഞങ്ങൾ നേരിട്ട് നോക്കിക്കാണുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൻ്റെ കുറേ രോഗികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോരുകയാണ്. ഇനിയും കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. അതെല്ലാം തമ്പുരാൻ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു പോരുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറെ മഹാമാരികളുണ്ട്. മുമ്പൊക്കെ വളരെ വിരളമായിരുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. അതോടൊപ്പം മറ്റ് പലവിധ രോഗബാധകളും തക്കതായ മുൻകരുതലുകൾ കൊണ്ട് ഒഴിവാക്കാനാവുന്നതാണ് എന്നതാണ് വാസ്തവം. ഇക്കാരണത്താൽ തന്നെ ക്യാൻസർ ഉൾപ്പെടെയുള്ള അനേക രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം തങ്ങളുടെ ഉത്തരവാദിത്തമായി പരിപാലന സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. പലപ്പോഴും ഇത്തരം ഇടപെടലുകൾ വഴിയായി അനേകരെ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നയിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഞങ്ങൾ. റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ ക്ലബ്ബുകൾ, വായനശാലകൾ, പള്ളികൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നത്. 40% ക്യാൻസറുകളും ഒരുപക്ഷെ ബോധവൽക്കരണത്തിൽ കൂടെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് പറ്റും. എയ്ഡ്സ് എന്ന് നമുക്കറിയാം. എയ്ഡ്സ് എന്ന മാരകമായുള്ള രോഗം കേരളത്തിൽ പടർന്നു പിടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അതിന് ഫലപ്രദമായുള്ള ഒരു മാർഗം ബോധവൽക്കരണമായിരുന്നു. ആ ബോധവൽക്കരണത്തിൽ കൂടി എയ്ഡ്സ് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ക്യാൻസർ തന്നെ 40% ക്യാൻസർ ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് തുടച്ചു നീക്കാനായിട്ട് പറ്റും. ക്യാൻസർ മാറിയവർ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ക്യാൻസർ മാറിയെന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു വന്ന് പറയാനായിട്ടുള്ള ഒരു പ്രചോദനം ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർ മാറിയ രോഗികൾ സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ക്യാൻസർ രോഗികളായവർക്ക് വലിയൊരു ആശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. പലരും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അത് വന്നാൽ ഒരിക്കലും മാറില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് നീങ്ങുന്നത്. അതും കുറേയധികം മാറ്റിയെടുക്കാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൂടെ, ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൂടെ കഴിയുന്നുണ്ട്. 8 വർഷങ്ങൾക്ക് മുമ്പ് മികച്ച രീതിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹം തോന്നി. രംഗത്തേക്കിറങ്ങിയപ്പോൾ മുതൽ സേവിയറിനെയും സഹശുശ്രൂഷകരെയും സഹായിക്കുവാൻ അനേകർ മുന്നോട്ട് വന്നിരുന്നു. ഇന്നും ഈ കൂട്ടായ്മ ഏറ്റെടുക്കുന്ന മഹത്തായ ഉത്തരവാദിത്തങ്ങൾക്കും ഇവരുടെ സന്മനസ്സിനും ആനുപാതികമായി അനേകർ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഇവരെ താങ്ങുവാനായി മുന്നോട്ട് വരുന്നുണ്ട്.
ഈ ഉദ്യമത്തിന് പിന്നിലെ ദൈവനിയോഗവും എന്നും നിലനിൽക്കുന്ന അവിടുത്തെ കരുതലുമാണ് ഇവരുടെ അനുഭവങ്ങളിലൂടെ നാം തിരിച്ചറിയുന്നത്. പാലിയേറ്റീവ് കെയർ എന്ന ആശയം മനസ്സിൽ രൂപം കൊണ്ടപ്പോൾ തന്നെ അത് സാർവത്രികമാക്കണം, അതെങ്ങനെ തുടങ്ങണമെന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ പേപ്പറിൽ കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. വീട്ടിൽ കഴിയുന്ന നിർധനായ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ, നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ, പ്രതിഫലം കൂടാതെ പ്രവർത്തിക്കാൻ കുറേ താല്പര്യമുള്ളവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടൊരു ന്യൂസ് പേപ്പറിൽ മാധ്യമങ്ങളിൽ കൂടി കൊടുക്കുകയാണ് ഇത്. അങ്ങനെ വിളിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ സന്നദ്ധരാണെന്നും പറഞ്ഞ് വന്നവരാണ് ഇന്നിപ്പോൾ എന്നോടൊപ്പം വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അവരുടെ എല്ലാം കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ വർഷവും ഞങ്ങൾ ക്യാൻസർ ഡേ, അതോടൊപ്പം തന്നെ വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ, ഇനിയിപ്പോൾ ഈ അടുത്ത വരുന്ന 8-ാം തീയതി വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേക്ക് ഞങ്ങൾ അരൂർ വെച്ചിട്ടാണ് 8ാമത് വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ ചെയ്യുന്നത്. അന്ന് ഈ വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേക്ക് 75ഓളം നിർധനരായ അംഗവൈകല്യമുള്ളവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ വരുന്ന പാലിയേറ്റീവ് കെയർ ഞങ്ങൾ ആചരിക്കുന്നത്. അവർക്ക് ഭക്ഷണവും അതോടൊപ്പം തന്നെ അവർക്ക് ഗിഫ്റ്റുകളും പലവ്യഞ്ജന കിറ്റുകളും നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ജസ്റ്റിസ് സുനിൽ ജെ തോമസ് ആണ് ഈ വരുന്ന 8ാം തീയതിത്തെ പാലിയേറ്റീവ് കെയർ ഡേ ഉദ്ഘാടനം ചെയ്യുന്നത്. ദൈവികമായ സാന്ത്വന സ്പർശവുമായി പുറം ലോകത്തിലെ കണ്ണീർ കയങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു ചെറിയ സമൂഹം. അവരുടെ കരസ്പർശങ്ങൾ അനേക ആത്മാക്കൾക്ക് സ്വർഗീയ സാന്ത്വനം പകരുന്നു. കരയുന്നവരുടെ കണ്ണുകൾ തുടയ്ക്കുവാനും വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരുവാനും അങ്ങനെ കരുണയുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ഈ സമൂഹമധ്യത്തിൽ സൃഷ്ടിക്കുവാനും ഈ വലിയ ലോകത്തിനു മുന്നിൽ ഇവരുടെ മാതൃകകൾ പ്രചോദനം പകരട്ടെ.